ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മൾ ഈ കാണുന്ന പോർട്ട് ഒരു പടി അല്ലെങ്കിൽ ഒരു ചുവട് മുന്നോട്ട് കുതിച്ചിരിക്കുന്ന വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ് ആദ്യമായി പറയാനുള്ളത്. അതിനുശേഷം നമുക്ക് പോർട്ടിന്റെ വർക്ക് അപ്ഡേഷനിലേക്ക് പോകാം. ആ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഇനി മുതൽ നമുക്കിവിടെ ക്രൂ ചേഞ്ച് വളരെ അനായാസമായി ചെയ്യാനായി സാധിക്കുന്നതോടൊപ്പം തന്നെ എമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ടിഫിക്കേഷനും വന്ന വളരെ സന്തോഷം നിറഞ്ഞ വാർത്തയാണ്. നമ്മുടെ പ്രേക്ഷകരെ അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിനെ സ്നേഹിക്കുന്നവർക്ക് ആദ്യമായി പറയാനുള്ള സന്തോഷ വാർത്ത തന്നെയാണ് ആ വാർത്ത. അതുമാത്രമല്ല, നമ്മുടെ പോർട്ടിന്റെ സെക്കൻഡ് ഫേസിന്റെ വർക്കിന്റെ സ്റ്റാറ്റസ് എന്തൊക്കെയാണ്, ഇപ്പോൾ നടക്കുന്ന വർക്കുകൾ, നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ നമ്മളെ കാണുന്ന ബ്രേക്ക് വാട്ടർ, ബർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിന്റെയും കറക്റ്റ് വർക്കിംഗ് സ്റ്റാറ്റസും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാവുന്നതാണ്. നമുക്ക് പോകാം ഡീറ്റെയിൽ പോർട്ട് വർക്ക് അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കുകളായ ബ്രേക്ക് വാട്ടർ, ബർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിന്റെയും കറണ്ട് സ്റ്റാറ്റസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഭാഗത്തു നിന്ന് വളരെ വ്യക്തമായിട്ട് യാർഡ് എക്സ്റ്റൻഷനും ബെർത്തുമാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. യാർഡ് എക്സ്റ്റൻഷന്റെ ഈ ഡംപിങ്, അതായത് സ്റ്റോൺ ഡംപിങ് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യാർഡിനകത്ത് തന്നെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത്. പക്ഷേ പലപ്പോഴും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പല ഭാഗത്തു നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് പോർട്ടിനകത്തല്ല, പോർട്ടിന് പുറത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഭാഗത്ത് എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയി നടക്കുന്നുണ്ട്, ഈ ഭാഗത്ത് നിന്നാൽ വ്യൂ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ഹെവി എക്സ്കവേറ്റർ കാണാൻ സാധിക്കും. വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെ പറയണം, കാരണം വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നാച്ചുറൽ സ്റ്റോണ് നമ്മൾ കടലിലേക്ക് ഡംപ് ചെയ്ത് റോഡ് പോലെ ക്രിയേറ്റ് ചെയ്യുന്ന ജോലിയാണ് നടക്കുന്നത്. ബെർത്തിന് പേരലായിട്ട് തന്നെ, അല്ലെങ്കിൽ ബെർത്തിന് നേരെ തന്നെ ഈ വർക്ക് പോകുന്നുണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമാണ് ഇവിടെ ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ച് നികത്തിയെടുക്കുന്നത്. ആ വീഡിയോ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഫസ്റ്റ് ഫേസിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്ത് തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പഴയ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ 1-2 വർഷം മുന്നേ ഉള്ള വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന റോഡിൻ്റെ വർക്കുകൾ, ടെമ്പററി ആയിട്ട് റോഡെന്നല്ല പറയേണ്ടത്, ഈ സ്റ്റോൺ ഡംപ് ചെയ്ത് ഹെവി മെഷീൻസിനൊക്കെ മൂവ് ചെയ്യാൻ വളരെ ഫാസ്റ്റായിട്ട് പോകാൻ പറ്റുന്നതും ഈ ഭാഗത്തൊക്കെ യാർഡിൻ്റെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് നടത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോണുള്ള ഒരു ഡംപിങ് റോഡ് നിർമ്മിക്കുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നുണ്ടോ. ഫുൾ ഫ്ലെഡ്ജിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഭാഗത്താണ് വർക്ക് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. എല്ലാ ഭാഗത്തും വർക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ വർക്കുകളെല്ലാം ഡേ നൈറ്റാണ് വർക്ക് നടക്കുന്നത്. ഒരിടത്തും ഒരു ലാഗും നമ്മൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. കാരണം പോർട്ടിനകത്തുള്ള വർക്കെല്ലാം വളരെ ഫാസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിങ്ക് റോഡിൻ്റെ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ട് നടക്കും എന്ന് തന്നെയാണ് അറിയാനായി സാധിക്കുന്നത്. കാരണം അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ എമിഗ്രേഷൻ ക്ലിയറൻസ് ഓക്കെ ആയിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ ക്രൂ ചേഞ്ചിന് നമുക്ക് പെർമിഷൻ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് റോഡ് മാത്രം മതി പുറത്തേക്കുള്ള കണക്ഷൻ. അത് പോർട്ടുമായിട്ട് നമ്മുടെ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ലിങ്ക് റോഡിൻ്റെ വർക്കിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രം കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും. ഇപ്പോഴും വേറെ മാറ്റങ്ങളൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്കിപ്പോൾ നടക്കുന്ന ട്രാൻസ്ഷിപ്മെൻ്റ് ആണ്. ട്രാൻസ്ഷിപ്മെൻറ്റ് 100% ട്രാൻസ്ഷിപ്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് പോകുന്നു. വളരെ കുറച്ച് മാസങ്ങളോട് തന്നെ 1 മില്യൺ ട്രാൻസ്ഷിപ്മെൻറ്റ് പൂർത്തിയാക്കിയ പോർട്ട്, അതും MSC അയറിനെ വന്ന് ബെർത്ത് ചെയ്ത ബെർത്താണ് നമ്മൾ കാണുന്നത്. ഈ ബെർത്തിന് എക്സ്റ്റൻഷന് വേണ്ടിയുള്ള വർക്കുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഹൈഡ്രോളിക് മെഷീൻസ് അല്ല, ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ബെർത്തിൻ്റെ പേരലായിട്ട് കടലിലേക്ക് സ്ഥാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാനായി സാധിക്കും. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഈ കഴിഞ്ഞ അപ്ഡേഷനിൽ നമ്മുടെ ബെർത്തിൻ്റെ സൈഡിലായിരുന്നു ഈ മെഷീൻസൊക്കെ ഉണ്ടായിരുന്നു, അൺലോഡ് ചെയ്ത് വെച്ചിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന യാർഡ് എക്സ്റ്റൻഷൻ്റെയും നമ്മൾ ഈ കാണുന്ന ബെർത്തിൻ്റെയും ഇനി നമുക്ക് ബ്രേക്ക് വാട്ടർ നോക്കാം. ഈ ബെർത്തിൻ്റെ ഈ പറയുന്ന പില്ലേഴ്സിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് നോക്കാം. ഇതെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. കാരണം അസംബിൾ ചെയ്ത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. ഓൾറെഡി റണ്ണിങ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഒരു ഹെവി എക്സ്കവേറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. 2 ഹെവി എക്സ്കവേറ്ററും ക്രെയിനുകളും കാണാൻ സാധിക്കും. ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ്
നിലവിൽ ഇത് ഫിറ്റ് ചെയ്യുന്നതിനുള്ള എക്യുപ്മെൻറ്റ്സ് മൂവ്മെൻറ്റ് നടത്തുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് ആദ്യമായി കണ്ട ഈ ബെർത്തിൻ്റെ ഈ പോർഷനിലെ ഈ ഒരു പില്ലേഴ്സിന് ആവശ്യമായിട്ടുള്ള വർക്കിന് ആവശ്യമായിട്ടുള്ള മെഷീൻസാണ് ഇവിടെ ഇപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, നമുക്ക് 800 മീറ്റർ നീളമുള്ള എൻഡ് ഓൺ ഡംപിങ്, അതായത് എൻഡ് പോർഷനിൽ ഉള്ള നേരത്തെ ഉള്ള ഫില്ലേഴ്സും നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. അവിടെ നേരത്തെ സേഫ്റ്റി ഗാർഡൊക്കെ ഉണ്ടായിരുന്നു, അത് തീർച്ചയായിട്ടും എടുത്ത് മാറ്റിയിരിക്കുന്നു. അത് നമ്മുടെ ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടർ സൈഡിലും അത് സേഫ്റ്റി ഗാർഡൊക്കെ എടുത്ത് പൂർണ്ണമായിട്ട് മാറ്റിയിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ വലിയ 2 ക്രെയിനുകൾ. ഈ ക്രെയിനുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും നിലവിൽ ഈ പറയുന്ന മെഷീൻസൊക്കെ അസംബ്ലിക്ക് അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കാരണം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ തൊട്ടടുത്താണെങ്കിലും അങ്ങനെയല്ല. കടലിൽ നിന്നും നമ്മളെ ഈ പറയുന്ന ബെർത്തിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മളെ ഈ പറയുന്ന അടുത്ത പില്ലർ അടിക്കേണ്ട പൊസിഷനിലേക്ക്. ബെർത്തിൽ പോയാലേ മനസ്സിലാവും, ഞാൻ ആ ബെർത്തിൽ പോയി നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് ഇവിടെ നിന്ന് പറയാനായി സാധിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ക്രെയിൻ ഉപയോഗിച്ചിട്ടായിരിക്കും ആ പോർഷനൊക്കെ ഇങ്ങോട്ട് മാറ്റുന്നത്. നമുക്കൊന്ന് കാണാൻ നോക്കാം. അതുമാത്രമല്ല, ടെർമിനൽ 2-ൽ നമുക്ക് ഒരു ഫീഡർ വെസലിനെയും നമുക്ക് കാണാനായി സാധിക്കും. അത് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇതാണ് നമ്മുടെ ബെർത്തിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ബെർത്തിൻ്റെ സ്റ്റാറ്റസ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്ക് ബെർത്തിനോട് ചേർന്നുള്ള യാർഡ് പോർഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. ഈ പറയുന്ന ബെർത്തിൻ്റെ പോർഷനും വളരെ വ്യക്തമായിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ STS ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതായത് ഒരു വശത്ത് നമുക്ക് വർക്ക് നടക്കുന്നെങ്കിലും വർക്കിന് യാതൊരു തടസ്സവും വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ കപ്പലുകൾക്ക് യാതൊരു തടസ്സവും വരാത്ത രീതിയിൽ കപ്പലിൻ്റെ കണ്ടെയ്നർ മൂവ്മെൻറ്റും പോർട്ടിൻ്റെ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിന് കണ്ടെയ്നർ കണ്ടെയ്നർ വെച്ചിരിക്കും നമുക്ക് കാണാനായി സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MSC അയർന ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC അയർന ഉൾപ്പെടെ ബെർത്ത് ചെയ്ത നമ്മുടെ പോർട്ടിൽ വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 1 മില്യൺ ട്രാൻസ്ഷിപ്മെൻറ്റ് പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നത്. അത് സെൻട്രലിലായാലും സ്റ്റേറ്റിൻ്റെ ആയാലും പൂർണ്ണ സപ്പോർട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഓൾറെഡി ക്രൂ ചേഞ്ച് വന്നിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ ഈ പറയുന്ന എമിഗ്രേഷൻ ക്ലിയറൻസ് ക്ലിയർ ആയിരിക്കുന്നു. ക്രൂ ചേഞ്ച് വന്നാലുള്ള ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പോർട്ടിൽ ഈ പറയുന്ന MSCയുടെ തന്നെ വലിയ സർവീസുകൾ, ജെയ്ഡ് സർവീസ് പോലുള്ള സർവീസുകൾ നമ്മുടെ പോർട്ടിലുള്ളതാണ്. അപ്പോൾ ധാരാളം ക്രൂ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ധാരാളം സ്റ്റാഫുകൾക്ക് ഇവിടെ നിന്ന് ക്രൂ ചേഞ്ച് സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം എത്ര വലിയ ഡ്രാഫ്റ്റുള്ള കപ്പൽ വന്നാലും നമ്മുടെ പോർട്ടിലേക്ക് അത് വളരെ അനായാസന ഏത് രാത്രിയോ പകലോ, കാരണം ടൈഡ് വേരിയേഷൻ വളരെ ചെറിയ ടൈഡ് വേരിയേഷൻ ഉള്ളൂ. 45-50 സെൻറ്റിമീറ്റർ വരെയാണ് ലോ ടൈഡ് ഹൈ ടൈഡ് വേരിയേഷൻ ഉള്ളൂ. അതുകാരണം ഏത് രാത്രി വേണമെങ്കിലും ക്രൂ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോർട്ട് ലോകത്തിൽ അപൂർവം തന്നെയാണ്. ആ പോർട്ടാണ് നമ്മുടെ പോർട്ട്. അതിനാൽ വലിയൊരു ക്രൂ ചേഞ്ച് ഇവിടെ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന തൊട്ടടുത്തുള്ള ഹോട്ടൽസ്, ടാക്സി ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മുടെ പോർട്ട് കൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവും എന്ന ചോദ്യത്തിന് ഫസ്റ്റ് ഒരു മറുപടി തന്നെയാണ് നമ്മുടെ ക്രൂ ചേഞ്ച് വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ പോർട്ടിൻ്റെ കൊണ്ട് ജനങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബ്രേക്ക് വാട്ടറാണ്. നമ്മുടെ ബെർത്തും യാർഡ് അസോസിയേഷൻ നോക്കിയ പോലെ നമ്മുടെ എൻഡ് ഓൺ ഡംപിങ് നടക്കുന്ന ബ്രേക്ക് വാട്ടറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നൊരു സന്തോഷ വാർത്ത ഉള്ളത് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നേരത്തെ നമ്മൾ കണ്ടത് മറൈൻ ഡംപിങ് ആണെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. മറൈൻ ഡംപിങ്ങും ഉണ്ട്. ഇപ്പോൾ നല്ലൊരു അഡീഷണൽ ആയിട്ട് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിലൂടെ ഇപ്പോൾ സ്റ്റോണ് ലോറികളിലും എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് ഡംപിങ് ഇപ്പോൾ, അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വർക്ക് ഏകദേശം ഫാസ്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇപ്പോൾ ലോറികളിലെ സ്റ്റോണുകൾ ഡേ നൈറ്റാണ് ഇവിടെ ഡംപ് ചെയ്യുന്നത്. ഒരു വശത്ത് നമ്മുടെ ലോറികളിലെത്തുന്നത്, ഒരു വശത്ത് മറൈൻ ഡംപിങ്, അതായത് സ്പ്ലിറ്റ് ബാർജ് ഉപയോഗിച്ച് ഡംപിങ് നടത്തുന്നു. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത് ഒരു ഹെവി എക്സ്കവേറ്റർ നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനിൽ, അതായത് 2960 മീറ്റർ എൻഡ് പോർഷനിൽ തന്നെയുണ്ട്. ഇങ്ങനെയാണ് ലോറികൾ ഉപയോഗിച്ച് നമ്മുടെ ഈ പറയുന്ന സ്റ്റോണ് നമ്മുടെ എൻഡ് ഓൺ ഡംപിങ്ങിന് വേണ്ടി ചെയ്യുന്നത്. വളരെ സൂക്ഷിച്ചായിരിക്കും ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ വളരെ ദൂരെ നിന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കടലിൽ കാറ്റുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി കറക്റ്റ് ലെവൽ നോക്കിയിട്ടാണ് ആ ഓരോ വർക്കും അവർ ചെയ്തു പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മൾ പുറത്ത് ചെയ്യുന്നവരായിരിക്കില്ല, റിസ്കി ഫാക്ടർ തന്നെയായിരിക്കും. പക്ഷേ അതെല്ലാം ഓവർകം ചെയ്താണ് നമ്മൾ 2960 മീറ്റർ ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഒരു 1040 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വളരെ അനായാസം എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ലക്ഷക്കണക്കിന് നാച്ചുറൽ സ്റ്റോണാണ് അതിന് വേണ്ടി വരിക. ഏകദേശം 50 ലക്ഷത്തോളം, 50 ലക്ഷത്തിന് മുകളിൽ
നാച്ചുറൽ സ്റ്റോൺ ഇനിയും വേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ലോക നമ്മുടെ പോർട്ടുകളിൽ ആഴക്കടൽ പോർട്ട് ലിസ്റ്റിൽപ്പെട്ട പോർട്ടായതിനാൽ നമ്മുടെ ഈ കടലിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ ഈ സ്റ്റോൺ ഇടുന്ന ബ്രേക്ക് വാട്ടർ ഉൾപ്പെടെ 20 മീറ്റർ മുതൽ 25 മീറ്റർ വരെയാണ് ആഴമുള്ളത്. ഏറ്റവും അടിയിൽ നമ്മൾ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ ഏറ്റവും അടിയിൽ 125 മീറ്റർ നീളവും നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഈ പോർഷനിൽ 10 മീറ്റർ വീതിയിലുള്ള റോഡാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 125 മീറ്റർ ഒരു പിരമിഡ് പോലെ മേളിൽ വന്നൊരു 10 മീറ്റർ ആകുമ്പോൾ എത്രത്തോളം നാച്ചുറൽ സ്റ്റോൺ ആണ് നമുക്ക് വേണ്ടി വരിക എന്ന് നമുക്ക് നല്ലപോലെ അറിയാം. അതുമാത്രമല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ നമ്മുടെ ഡംപിങ് യാർഡിലുണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഡംപിങ് യാർഡിൽ ലക്ഷക്കണക്കിന് നാച്ചുറൽ സ്റ്റോണാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ധാരാളം നാച്ചുറൽ സ്റ്റോൺ നമ്മുടെ പോർട്ടിലേക്ക് ഡേ നൈറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയും ലിങ്ക് റോഡിൻ്റെ വർക്ക് അപ്ഡേഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴായിട്ട് കാണിച്ചിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നാച്ചുറൽ സ്റ്റോൺ പല രീതിയിലാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെയും യാർഡ് സ്റ്റെഷിൻ്റെയും ബെർത്തിൻ്റെയും പല ഭാഗത്തേക്ക് എത്തുന്നത്. അത് ലോറികളിലായിരിക്കാം, മറൈൻ ഡംപിങ്ങിലൂടെയായിരിക്കും, പല രീതിയിലാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് മറൈൻ ഡംപിങ് അല്ലാതെ ഈ ആഴ്ച മുതലാണ് നമ്മൾ ഈ കാണുന്ന ലോറികളിലായിട്ട്, അത് ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിലൂടെ ലോറികളിലെത്തി സ്റ്റോണ് നേരിട്ട് നമ്മുടെ ബ്രേക്ക് വാട്ടറിലെ എൻഡ് ഓൺ ഡംപിങ് നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു ഹെവി എക്സ്കവേറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. തരംതിരിച്ചുള്ള വലിയ സ്റ്റോണുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും വലിയ സ്റ്റോൺ ആയിരിക്കും കടലിൻ്റെ ഏറ്റവും അടിയിലേക്ക് സ്പ്ലിറ്റ് ബാർജിലൂടെ മറൈൻ ഡംപിങ് നടത്തുന്നത്. അത് എത്ര വലുതാണെന്നും എത്രത്തോളം സൈസ് ഉണ്ടെന്നും തീർച്ചയായിട്ടും നമുക്ക് 2-3 വ്യൂ എന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമുക്ക് അങ്ങനെ പോകാം. അത് മാത്രമല്ല, നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ലോറികളിലെ ഡംപിങ് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇനി പൊസിഷൻ ബാർജ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? പൊസിഷൻ ബാർജ് നമ്മൾ കണ്ടിട്ടിരിക്കുന്നു. പൊസിഷൻ ബാർജിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ബാർജുമുണ്ട്. മറൈൻ ഡംപിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്ന സ്പ്ലിറ്റ് ബാർജാണ് നമ്മൾ ഈ കാണുന്നത്. സ്റ്റോണ് ഫുള്ളാണ്. 2-3 സ്പ്ലിറ്റ് ബാർജ് നമ്മുടെ പോർട്ടിലുണ്ട്. ഒരു സ്പ്ലിറ്റ് ബാർജ് ഇവിടെ ഡംപ് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്പ്ലിറ്റ് ബാർജ് ലോഡ് ചെയ്യും. അങ്ങനെ 2-3 തരത്തിലുള്ള സ്പ്ലിറ്റ് ബാർജ്. ഇതിപ്പോൾ എഞ്ചിനുള്ളതാണ്, എഞ്ചിൻ ഇല്ലാത്തതുണ്ട്, അത് ടെക് ബോട്ടിൻ്റെ സഹായത്തോടെ വരുന്നുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള ഡംപിങ് മെത്തേഡിലൂടെ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ 1040 മീറ്റർ കൂടി കൺസ്ട്രക്ഷൻ ചെയ്ത് 2028 ആകുമ്പോൾ 4000 മീറ്റർ ബ്രേക്ക് വാട്ടർ ആവും. നിലവിൽ 2960 മീറ്ററാണ് ബ്രേക്ക് വാട്ടർ ലെന്ത് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇത് കാണാത്തവർക്കാണെങ്കിൽ മറൈൻ ഡംപിങ് എന്താണ്, സ്പ്ലിറ്റ് ബാർജിലുള്ള സ്റ്റോൺ എങ്ങനെയാണ് ഡംപ് ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഈ പൊസിഷൻ ബാർജിൻ്റെ പേരിലായിട്ട് ചേർത്ത് നിർത്തുന്ന കാഴ്ചയാണ്. അതിന് 2 ടഗ് നമുക്കിവിടെ കാണാമെങ്കിൽ 2 ടഗിൻ്റെ സഹായത്തോടെ പുഷ് ചെയ്ത് നിലവിൽ ഈ പൊസിഷൻ ബാർജിനോട് ചേർന്ന് നിർത്താൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്കും കാണേണ്ട ക്യൂരിയോസിറ്റി കൊണ്ട് തന്നെയാണ് ഞാൻ വന്ന് കാണുന്നു. ആ വീഡിയോ ജനങ്ങളിലേക്ക് സത്യസന്ധമായി എത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. സംശയമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കേണ്ടത്. നമ്മുടെ പോർട്ടിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ പോർട്ടിൻ്റെ ഈ മറൈൻ ഡംപിങ് എന്താണെന്നും ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പോർട്ടിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് വർക്ക് എന്താണെന്നറിയാം. അതുമാത്രമല്ല, ലോക രാജ്യങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കപ്പലും കണ്ടെയ്നർ ശ്രേണിയിൽപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC ഐറനെയും നമുക്ക് വളരെ അടുത്തായിട്ട് കാണാൻ സാധിച്ചു. ഐറണിൻ്റെ ക്യാപ്റ്റനോട് സംസാരിക്കാനായി സാധിച്ചു. ഇതെല്ലാം നമ്മുടെ പോർട്ട് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ കൊച്ചു കേരളത്തിൽ വന്നതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും 2028 ആകുമ്പോൾ ലോക ഭൂപടത്തിൽ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ കേരളം എന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല. ഇപ്പോൾ നമുക്ക് ഡംപ് ചെയ്ത സ്റ്റോൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന ഹെവി എസ്കേറ്റർ ഉപയോഗിച്ച് ഇതാ ഇങ്ങനെ ഇവിടേക്ക് ലെവൽ ചെയ്തിടുകയാണ്. കാരണം അങ്ങനെ ലെവൽ ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത ലോറി സ്റ്റോണ് ഇനി ഈ ലെന്ത് കൂട്ടി പോകുന്നത്. ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നുണ്ടോ. ഇങ്ങനെയാണ് ഈ വർക്കുകൾ, അതായത് നമ്മുടെ കരയിലൂടെയുള്ള ഡംപിങ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ എൻഡ് ഓൺ ഡംപിങ് ലോറികളിലൂടെ നടത്തുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ഡേ നൈറ്റാണ് ഈ വർക്കുകളെല്ലാം നടക്കുന്നത്. നൈറ്റ് വന്നാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിന് വേണ്ടിയുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഇവിടെയുള്ള ആക്രോപോഡിൻ്റെ സേഫ്റ്റി ആയിട്ടുള്ള ആക്രോപോഡ് എല്ലായിടത്തും മാറ്റിയിരിക്കുന്നു. കാരണം ധാരാളം ലോറികളാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ട് ധാരാളം ലോറികളാണ് ഇപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലുള്ളത്. ഇപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ ലോറികൾക്കൊക്കെ ഇവിടെ തിരിഞ്ഞു പോകാനും സാധിക്കുന്ന രീതിയിലാണ് ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ഷൻ. കണ്ടോ, ഈ ഭാഗം ഈ ലോറികൾക്ക് ഇവിടെ വന്നിട്ട് തീർച്ചയായിട്ടും തിരിഞ്ഞ് റിവേഴ്സ് എടുത്ത് പോകാനായി സാധിക്കും. അത്രത്തോളം വീതി അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ വളരെ ദൂരം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും ബ്രേക്ക് വാട്ടറിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടു നോക്കി അറിയാം. അപ്പോൾ മനസ്സിലാവും എത്രത്തോളം വീതി. 10 മീറ്റർ വീതി കോൺക്രീറ്റ് പോർഷൻ തന്നെയുണ്ട്. അതുമാത്രമല്ല, ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ വീതി കൂടും, കാരണം ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 1-2 ലോറികൾക്ക് വളരെ അനായാസേന
പോകാനായി സാധിക്കും. 1-2 ചിലപ്പോൾ 3 ലോറികൾക്ക് വരെ പോകാനായി സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനാൽ വളരെ ഫാസ്റ്റായിട്ട് ലോറികളിലൂടെ ഡംപിങ് നടക്കും. മറൈൻ ഡംപിങ് നടക്കുന്നത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുണ്ടായിരുന്നു. ഉണ്ടോ, ഇതാണ് രണ്ടാമത്തെ ലോറി വന്ന് മറൈൻ ഡംപിങ് നമുക്ക് നോക്കാം, എന്തായും നമുക്ക് നോക്കാം. അതായത് നമ്മൾ സ്പ്ലിറ്റ് ബാർജിലെ സ്റ്റോൺ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടും കൂടി നോക്കാം. ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് ഓൺ ഡംപിങ് 2 രീതിയിലൂടെ നടക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെ 2 ടെക് ബോട്ടുകളുണ്ട്. ഈ പറയുന്ന എഞ്ചിനുള്ള ബാർജിന് സ്പ്ലിറ്റ് ബാർജിനെ ഈ പറയുന്ന പൊസിഷൻ ബാർജിനോട് ചേർത്ത് റോപ്പ് ഉപയോഗിച്ച് ടൈ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നുണ്ടോ. അതാ സ്റ്റാഫിനെ വെച്ചിട്ട് മീൻസ് ഈ ക്രൂവിനെ വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ബാർജിനോട് ചേർന്ന് സ്പ്ലിറ്റ് ബാർജിന് ടൈ ചെയ്യുന്നു. ആ ജോലികളാണ് നടക്കുന്നത്. കാരണം കറക്റ്റ് പൊസിഷൻ ബാർജിന് പേരലായിട്ട് നിർത്തിയതിന് ശേഷമാണ് ഇതിൻ്റെ സ്പ്ലിറ്റ് ഏറ്റവും അടിയിൽ സ്പ്ലിറ്റ് ആയി പോകും. അപ്പോൾ ഈ മുകളിലുള്ള സ്റ്റോൺ എല്ലാം കടലിൻ്റെ അടിയിലേക്ക് ഒരേ ലെവലിൽ എത്താൻ വേണ്ടിയാണ് ഈ പൊസിഷൻ ബാർജ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ ആ പൊസിഷൻ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ മുന്നിൽ ഒരു ടെഗിനെ കാണാൻ സാധിക്കും, പുറകിൽ ഒരു ടെഗ് ഉണ്ട്. സ്പ്ലിറ്റ് ബാർജിൻ്റെ നമ്പർ സ്പ്ലിറ്റ് ബാർജ് 6 ആണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നുണ്ടോ. വാട്ടറിൻ്റെ പ്രഷർ നമുക്ക് കാണാനായി സാധിക്കും. കാരണം ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോണുമായി വന്ന് സ്പ്ലിറ്റ് ബാർജിനെ പ്രഷർ ചെയ്ത് ഈ പറയുന്ന പൊസിഷൻ ബാർജിനോട് ചേർക്കുകയാണ്. അതാണ് ഇത്രയും പ്രഷർ 2 ടെക് ബോട്ടും പ്രഷർ കൊടുക്കുന്നത്. പ്രഷറോട് ചേർത്തതിന് ശേഷം കറക്റ്റ് ലെവലായതിനു ശേഷം ഇപ്പോൾ നമുക്ക് ഈ ഇവിടെ ക്രൂവിനെ കാണാൻ സാധിക്കും. അവരുടെ കൺഫർമേഷൻ പറഞ്ഞതിന് ശേഷമേ ഡംപിങ് നടക്കുകയുള്ളൂ. മീൻസ് സ്പ്ലിറ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് കൊണ്ട് തന്നെ സ്റ്റോൺ എല്ലാം അടിയിലേക്ക് പോകുമായിരിക്കും. കാരണം വളരെ ഫാസ്റ്റായിട്ടാണ് സ്പ്ലിറ്റ് നടക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിന്നാൽ വളരെ വ്യക്തമായിട്ട് സ്പ്ലിറ്റ് ബാർജിനെ കാണാൻ പറ്റുമെങ്കിലും ഉള്ളിൽ കിടക്കുന്ന സ്റ്റോൺ പോകുന്നത് കാണാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ പറയുന്ന ബാർജിൻ്റെ മുകളിൽ കയറിയാൽ മാത്രമേ അത് കാണാനായി സാധിക്കുകയുള്ളൂ. എപ്പോഴെങ്കിലും പോർട്ടിൻ്റെ ഉള്ളിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അത് കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് സൂം ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഈ പറയുന്ന ബാർജിൻ്റെ ഈ പറയുന്ന ബ്രിഡ്ജ് പോർഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന ക്രൂ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവർ നമുക്ക് ഇവിടെ നിരീക്ഷിക്കുന്നത് കാണാൻ സാധിക്കും. അദാനി എന്നുള്ള ബാഡ്ജിങ് നമുക്കിവിടെ കാണാനായി സാധിക്കും. കണ്ടോ, ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ കാണുന്ന പൊസിഷൻ ബാർജിനോട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും 2 ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജിൻ്റെ എല്ലാ ഭാഗത്തും സ്റ്റോൺ ഉപയോഗിച്ച് ടൈ ചെയ്യുന്ന, അതായത് ഈ പൊസിഷൻ ബാർജിനോട് ചേർത്ത് ടൈ ചെയ്യുവാണ്. സ്റ്റോൺ ഇപ്പോൾ ഉള്ളിൽ തന്നെ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. കണ്ടോ, ഈ ഭാഗത്തെല്ലാം സ്റ്റോൺ ഉണ്ട്. പക്ഷേ ഉടൻ തന്നെ ഡംപിങ് നടക്കും. ഡംപിങ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ ഉള്ളത്. ഇത് കൺട്രോൾ ചെയ്യുന്നത് ഇത് ഫ്രണ്ടിൽ ഒരു ഹൈഡ്രോളിക് മെഷീനാണെന്ന് മോട്ടറാണെന്ന് തോന്നുന്നു ഏറ്റവും ഫ്രണ്ടിലുള്ളത്. അത് ഉപയോഗിച്ചിട്ടാണ്, അവിടെ ഒരു സ്റ്റാഫിനെ കാണാൻ സാധിക്കും. അത് ഉപയോഗിച്ചിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ നമുക്ക് അടുത്ത് നിന്ന് കാണണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൊസിഷൻ ബാർജിൽ കയറിയാൽ മാത്രമേ അത് കാണാനായി തീർച്ചയായിട്ടും സാധിക്കുള്ളൂ. എന്നാലും നമുക്ക് ഇത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് ഈ ഒരു ഡംപിങ് നടക്കുന്നത്. അപ്പോൾ 2 രീതിയിലും ഡംപിങ് നടക്കുന്നത് ഒറ്റ ഫ്രെയിമിൽ നമുക്കിവിടെ കാണാനായി സാധിക്കണ്ടോ. ലോറികളിലുള്ള ഡംപിങ് നടക്കുന്നുണ്ട്, മറൈൻ ഡംപിങ് നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇനിയും സ്പ്ലിറ്റ് ബാർജും ഇഞ്ചിൻലെസ് ബാർജും ഉണ്ട്. അതെല്ലാം ഫുൾ ഫ്ലെഡ്ജ് ആകുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ബാർജുകളെല്ലാം വരും. നമ്മൾ നേരത്തെ ഈ 2960 മീറ്റർ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഉള്ള നടന്ന വർക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ വരും. നമ്മൾ ഈ കാണുന്ന ഈ പോർഷനിൽ ഇങ്ങോട്ടൊക്കെയാണ് ബ്രേക്ക് വാട്ടർ വരുന്നത്. വളരെ ദൂരെയായിട്ട് ഔട്ടർ ആങ്കറേജിൽ കപ്പലുകൾ കിടക്കുന്നത് വളരെ ചെറുതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാനായി സാധിക്കും. ഉണ്ടോ, ഇത് ആഴിമല ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഇപ്പുറത്തുള്ള ഒരു സ്റ്റോണാണ്. ഇതിൻ്റെ അവിടം വരെയെങ്കിലും നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ 2028 കൂടി വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം 4000 മീറ്ററേക്കാണ് ഇനി ബ്രേക്ക് വാട്ടർ ഫുൾ ലെന്ത് പോകുന്നത്. 1040 മീറ്റർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്താണ് 4000 മീറ്ററിലേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കോൺക്രീറ്റ് ചെയ്ത 10 മീറ്റർ വീതിയുള്ള കോൺക്രീറ്റ് ചെയ്ത പോർഷനാണ് നമ്മൾ സൂം ചെയ്യാൻ പോകുന്നത്. ഇവിടെയും ധാരാളം വാഹനങ്ങളുണ്ട്. വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഹെവി സ്റ്റോൺ കയറ്റിയ ലോറികൾ ധാരാളമായി ഇവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഈ ടെമ്പററി ഷെൽട്ടർ എന്ന് കാണാൻ സാധിക്കും. എനിക്കൊന്ന് സൈറ്റ് എഞ്ചിനീയേഴ്സും വർക്കിംഗ് സ്റ്റാഫിനും അവിടെ നല്ല വെയിലാണ്, കാറ്റുണ്ടെങ്കിൽ നല്ല വെയിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഷെഡുകളായിരിക്കും. ഡേ നൈറ്റ് വർക്കാവുമ്പോൾ ഇതുപോലുള്ള ഷെൽട്ടറുകൾ അത്യാവശ്യമാണ്. കാരണം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന 2-3 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പോർട്ടിലേക്ക് എത്താൻ വേണ്ടി, പോർട്ട് മീൻസ് ബിൽഡിങ്ങിലേക്ക് എത്താൻ വേണ്ടി, ഇവിടെ ഇടയ്ക്ക് ബിൽഡിംഗ് ഒന്നുമില്ല, അതിനു വേണ്ടിയുള്ള ടെമ്പററി ഷെൽട്ടറുകളായിരിക്കും നമ്മൾ തൊട്ട് മുന്നേ കണ്ടത്. ഇതാണ് നമുക്ക് 2960 മീറ്റർ കംപ്ലീറ്റ് ചെയ്ത, പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്ത്, ഇനി ഒരു വർക്കും ഇനി ബാക്കിയില്ല, ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ബ്രേക്ക് വാട്ടർ. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ബ്രേക്ക് വാട്ടർ നമുക്കൊന്ന് തീർച്ചയായിട്ടും ഒന്ന് കണ്ടുവരാം. അതുമാത്രമല്ല, ബ്രേക്ക് വാട്ടറിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതും വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കും. ഇതൊരു റഡാറാണ്. ആ റഡാറിൻ്റെ ഫംഗ്ഷനും നമ്മൾ തൊട്ട് മുന്നേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബാർജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് സ്പ്ലിറ്റ് ബാർജ് തന്നെയാണ്.
ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിലവിൽ 3-4 സ്പ്ലിറ്റ് ബാർജ് ഉണ്ട്. അതിൽ 2 സ്പ്ലിറ്റ് ബാർജാണ് ഇപ്പോൾ റണ്ണിങ്ങിലായിട്ടുള്ളത്. ബാക്കിയുള്ള സ്പ്ലിറ്റ് ബാർജ് നമ്മുടെ പോർട്ടിനകത്ത് തന്നെയുണ്ട്. ഫുൾ ഫ്ലെഡ്ജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്പ്ലിറ്റ് ബാർജുകളെല്ലാം ഒരേ സമയം വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്കിലെത്തി. ഇത്രത്തോളമാണ് നമുക്ക് ബ്രേക്ക് വാട്ടർ കാണാനായി സാധിക്കുന്നത്. നമ്മൾ ഈ നേരത്തെ കണ്ടതുപോലെ ഈ പറയുന്ന 800 മീറ്റർ നീളമുള്ള ഈ പറയുന്ന ബെർത്തിൻ്റെ പോർഷനാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടതുപോലെ ഇപ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബെർത്തിൻ്റെ വർക്കുകൾ, അതായത് ബെർത്തിൻ്റെ ഈ പറയുന്ന പൈലിങ്ങിൻ്റെ വർക്കുകൾ നടത്തുന്നതിന് ആവശ്യമുള്ള മെഷീൻസിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ പോകുന്ന ക്രെയിൻ ഉപയോഗിച്ചാന്ന് പറയുന്നത് പോലെ നേരത്തെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നേരിൽ കാണാനായി സാധിച്ചുണ്ടോ. ഇങ്ങനെയാണ് ക്രെയിനുകൾ ഉപയോഗിച്ച് ആ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതോ ഒരു പാർട്സ് മീൻസ് കരയിലേക്ക് മാറ്റുന്നു, മീൻസ് ബെർത്തിലേക്ക് മാറ്റുന്നു. ഇതിങ്ങനെയാണ് ഈ വർക്കുകൾ ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് 2028 ആകുമ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യും. പോർട്ടിൻ്റെ വർക്കുകളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇത് കുറച്ച് ഹെവിയാണ്. ഞാൻ നേരത്തെ കണ്ട ഒരു സീ ചാനൽ പോലത്തെ പോർഷനാണ് നമ്മളിപ്പോൾ കാണാനായി സാധിക്കുന്നത്. അത് കുറച്ച് ഹെവി തന്നെയാണ്. അതുകൊണ്ടാണ് ക്രെയിൻ ഉപയോഗിച്ച് എല്ലാ വർക്കുകളും, അതായത് നമ്മൾ ഈ പറയുന്ന പൈലിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻസിൻ്റെ എല്ലാ പാർട്സും ഹെവി തന്നെയാണ്. അപ്പോൾ ആ മെഷീൻസിൻ്റെ ഓരോ പാർട്സും, അസംബ്ലിക്ക് ഉപയോഗിക്കുന്ന ഓരോ പാർട്സും ക്രെയിൻ ഉപയോഗിച്ച് തന്നെയാണ് മാറ്റാനായി സാധിക്കുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. എപ്പോഴും ഇങ്ങനെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ചില ഫോഗ് ഉണ്ടെങ്കിൽ ചില സമയത്ത് ഫോഗ് വളരെ കൂടുതലായിരിക്കും, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അത് മാത്രമല്ല ആ പറയുന്ന മെഷീൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പൈലിംഗ് മെഷീൻ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ഫിറ്റിങ്സിന് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല വള്ളം ഉണ്ട്, ഇഞ്ചിനുള്ള വള്ളം തന്നെയാണ്. എമർജൻസിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി തന്നെയായിരിക്കും ആ വള്ളം ഉള്ളത്. അത്രത്തോളമേ നമുക്ക് ഇവിടെ നിന്ന് കാണാനായി സാധിക്കുകയുള്ളൂ. വളരെ ദൂരെ നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത്രത്തോളം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇങ്ങനെയായിരിക്കും ഓരോ പൈലിങ്ങും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് പൈലിംഗ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കുന്നത്. ഓരോ പ്രാവശ്യത്തെ അല്ലെങ്കിൽ ഓരോ തവണത്തെ ഓരോ ആഴ്ചയിലെ അപ്ഡേഷനിലൂടെ തീർച്ചയായിട്ടും നമുക്ക് എത്രത്തോളമാണ് വർക്ക് മുന്നോട്ട് ഫാസ്റ്റായിട്ട് പോകുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കാം. പോർട്ടിലെ വർക്കുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കുകളും വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന പൊസിഷനാണ്. അത് മാത്രമല്ല പോർട്ടിലെ യാർഡ് ക്രെയിനുകളും കണ്ടെയ്നറുകളും കപ്പലും നമുക്ക് ഇവിടെ നിന്നാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത്രത്തോളം ദൂരം വന്നിട്ടാണ് നമ്മൾ സൂം ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പോർഷനിൽ പോയാൽ മാത്രമേ അവിടെ നടക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണ് എന്ന് അറിയാനായി സാധിക്കുകയുള്ളൂ. നമ്മുടെ പോർട്ടിൻ്റെ വർക്ക് അപ്ഡേഷൻ ചെയ്യുന്ന 2-3 പ്ലേസിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോർഷൻ, അതായത് ഹാർബറിനോട് ചേർന്നുള്ള പോർഷനാണ്. ഈ ഭാഗത്ത് എന്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ കണ്ട പോർഷൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ആഴിമല ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം തൊട്ടിപ്പുറത്തൊരു ഹാർബറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം വിഴിഞ്ഞം ഹാർബറാണ്. ഹാർബറിനും പോർട്ടിൻ്റെ ഇടയ്ക്ക് ഏതാണ്ട് 350 മീറ്റർ വീതിയുള്ള പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്പ്ലിറ്റ് ബാർജിലേക്ക്, അതായത് ഇപ്പോൾ തൊട്ട് മുന്നേ മറൈൻ ഡംപിങ്ങിൻ്റെ ഭാഗത്ത് എൻഡോൺ ഡംപിങ് നടന്ന സ്പ്ലിറ്റ് ബാർജിൻ്റെ രണ്ടാമത്തെ സ്പ്ലിറ്റ് ബാർജ്, ആ സ്പ്ലിറ്റ്, അതായത് എനിക്ക് തോന്നുന്നു സ്പ്ലിറ്റ് ബാർജ് 5ഉം 6ഉം ആണെന്ന് തോന്നുന്നു, 5 ആണെന്ന് തോന്നുന്നു. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഹെവി സ്റ്റോണുകൾ, തരം തിരിച്ചുള്ള ഹെവി സ്റ്റോണുകൾ ലോറിയിൽ നിന്നും ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജിലേക്ക് ഡംപ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഡംപിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിയില്ലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ എല്ലാ വർക്ക് അപ്ഡേഷൻ നമ്മൾ ചെയ്യുന്ന കാരണം തീർച്ചയായിട്ടും അറിയാത്തവർ കൂടി തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഒരേ സമയം എനിക്ക് തോന്നുന്നു 4-5 ലോറികൾക്ക് ഡംപ് ചെയ്യാനായി സാധിക്കും. ഇപ്പോൾ 2 ലോറിയാണ് നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. വളരെ ഈസി ആയിട്ടാണ് ലോറികളിലെ സ്റ്റോൺ എത്തി ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജിലേക്ക് ജമ്പ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 100 കണക്കിന് ലോഡിൽ സ്റ്റോണുകൾ സ്റ്റോർ ചെയ്യേണ്ട കപ്പാസിറ്റി ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജിനുണ്ട്. എത്രയാണോ എന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ചോദിച്ചിട്ട് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചോദിച്ചിട്ട് പറയാം. എത്ര ടണ്ണേജ് ആയിരിക്കും നിലവിൽ ഉള്ളത്, ടണ്ണേജിൻ്റെ കപ്പാസിറ്റി ആയിരിക്കും പോകുന്നത്. കാരണം ഇതിൽ ഈ പറയുന്ന എത്രത്തോളമാണ് ഇതിൻ്റെ ഡ്രാഫ്റ്റ് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഡ്രാഫ്റ്റൊക്കെ നോക്കിയിട്ടാണ്
ഇത് കടലിലൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഒരു നിശ്ചിത സ്പീഡിലാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയുള്ള കടലിലൂടെ മറൈൻ ഡംപിങ്ങിൻ്റെ ഭാഗമായിട്ട് പോകുന്ന ബാർജുകളെല്ലാം ഒരു നിശ്ചിത സ്പീഡിലാണ് ഇത് പോകുന്നത്. വലിയ ഫാസ്റ്റായിട്ടല്ല ഇത് പോകുന്നത്. അത് കൺസ്ട്രക്ഷൻ പർപ്പസിനുള്ള എല്ലാം അങ്ങനെ തന്നെയാണ്, നിശ്ചിത സ്പീഡിൽ പോകാനും പാടുള്ളൂ. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഫുൾ ലോഡായിട്ടായിരിക്കും നിലവിൽ ഈ സ്പ്ലിറ്റ് ബാർജുകൾ പോകുന്നത്. വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ സ്പ്ലിറ്റ് ബാർജ് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പുതിയ 1-2 സ്പ്ലിറ്റ് ബാർജ് കൂടി വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എനിക്ക് സ്പ്ലിറ്റ് ബാർജ് 6 പുതിയതാണെന്ന് തോന്നുന്നു. കണ്ടോ, ലോറി നിറച്ചിട്ടാണ് സ്റ്റോൺ വരുന്നത്. ആ സ്റ്റോണുകളാണ് നമ്മുടെ ഈ പറയുന്ന ഇവിടെ നിന്നും ഡംപ് ചെയ്യുന്നത്. അതാ നമുക്ക് സ്റ്റോൺ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഹെവി സ്റ്റോണുകൾ തന്നെയാണ്, കാരണം കടലിൻ്റെ അടിയിലേക്കാണ് ഈ സ്റ്റോണെല്ലാം പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 125 മീറ്ററാണ് ഏറ്റവും അടിയിലെ ബ്രേക്ക് വാട്ടറിൻ്റെ വീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ലക്ഷക്കണക്കിന് നാച്ചുറൽ സ്റ്റോണാണ് നമുക്കിനി വേണ്ടി വരിക. 2028 തന്നെ നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണാണ് സ്പ്ലിറ്റ് ബാർജിലൂടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ തൊട്ട് മുന്നേ പറഞ്ഞു നിർത്തിയതുപോലെ 2 ലോറി ഡംപിങ് കഴിഞ്ഞുകൊണ്ട് തന്നെ അടുത്ത 2 ലോറി വന്ന് നിൽക്കുന്നു. വരിയായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും. ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഈ ഭാഗത്തെല്ലാം നിരന്ന് നിൽക്കും. ഇപ്പോൾ നമുക്ക് കുറച്ച് ടഗുകളെയും കാണാൻ സാധിക്കും. അതായത് ഈ പറയുന്ന 2 തരം ടഗുകളുണ്ട് ഇവിടെ. നിലവിൽ ഈ സ്പ്ലിറ്റ് ബാർജിലെ സഹായിക്കുന്ന ചെറിയ ടഗുമുണ്ട്. നമ്മുടെ കപ്പലുകളിലെ ഔട്ടർ ആങ്കറേജിൽ നിന്ന് നമ്മുടെ പോർട്ടിലേക്ക് കൊണ്ടുവരുന്ന ഡോൾഫിൻ സീരീസിലെ ടഗുകളും തൊട്ടപ്പുറത്തുണ്ട്. ഇപ്പോൾ ഇതും ഒരു സ്പ്ലിറ്റ് ബാർജാണ്. സ്പ്ലിറ്റ് ബാർജ് 7 ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതും നമ്മുടെ പോർട്ടിൽ ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്. കാരണം ഇതിലിപ്പോൾ സ്റ്റോൺ കൊണ്ടുപോകുന്നത് കണ്ടില്ല. ഇപ്പോൾ 2 സ്പ്ലിറ്റ് ബാർജിലാണ് സ്റ്റോണ്. ഒന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന് ആ ഒരു വിധത്തിൽ ഇപ്പോൾ 1-2 സ്പ്ലിറ്റ് ബാർജാണ്, ഇപ്പോൾ 1 2 3 ആണ് സ്പ്ലിറ്റ് ബാർജാണ് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. കണ്ടോ, നിറ ലോറികളുമായി ധാരാളം സ്റ്റോണുമായിട്ട് ലോറികൾ നിരനിരയായി നിൽക്കുന്നത് ഈ ഭാഗത്തെല്ലാം നമുക്ക് കാണാനായി സാധിക്കുന്നതാണ്. കേട്ടോ, അതുമാത്രമല്ല പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട പല ചെറിയ ഷെൽട്ടറുകളും ഈ സൈഡിലായിട്ടുണ്ട്. ഈ സൈഡിൽ അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. കേട്ടോ, വർക്കിംഗ് സ്റ്റാഫുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ പോർട്ടിൻ്റെ സൈഡിൽ തന്നെ പല രീതിയിലുള്ള വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് ബിൽഡിംഗ് പൂർത്തിയാകുമ്പോൾ മാത്രമാണ് നമുക്കത് കാണാനായി സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് തന്നെ ധാരാളം ലോറികളിലെ സ്റ്റോണുമായിട്ട് പോകുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായി സാധിക്കും. ഈ വശത്തെല്ലാം ധാരാളം സ്റ്റോൺ ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ പലപ്പോഴായിട്ട് പറയുന്ന പോലെ നമ്മുടെ ലക്ഷക്കണക്കിന് സ്റ്റോൺ ഡംപ് ചെയ്തിട്ടുള്ള ഡംപിങ് യാർഡാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. വലിയൊരു യാർഡ് തന്നെയാണ്. ഇവിടെ ഇപ്പോഴും സ്റ്റോൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോറികളുടെ ഡേ നൈറ്റ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗമെല്ലാം നമ്മുടെ നികത്തിയെടുത്തതാണ്. നേരത്തെ ഇതെല്ലാം കടലായിരുന്ന പ്രദേശം തന്നെയാണ്. ഈ പച്ചപ്പ് വളരെ ദൂരമായിട്ട് കാണുന്ന തെങ്ങ് പോലെ കാണുന്ന പച്ചപ്പ് കാണുന്ന പ്ലേസ് അല്ലാതെ ബാക്കി എല്ലാ പ്ലേസും ട്രെഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ച് നികത്തിയെടുത്തതാണ് എന്നുള്ള കാര്യം സംശയമില്ല. ആ വീഡിയോ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോ നോക്കിയാൽ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ ബെർത്ത് യാർഡ് എക്സ്റ്റൻഷൻ. ഈ 3 വർക്കിൻ്റെയും നിലവിലെ സ്റ്റാറ്റസ് ആണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ നിന്നുള്ള വ്യത്യാസം നമുക്ക് ഇവിടെ പറയാനായി സാധിക്കുന്നത്, നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ 10 മീറ്റർ വീതിയുള്ള റോഡിലൂടെ നമ്മൾ ഈ കാണുന്ന ഡയറക്റ്റ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്പ്ലിറ്റ് ബാർജിലേക്ക് ഡംപ് ചെയ്യുന്ന പോലെ നേരിട്ട് ലോറികളിലെ എൻഡ് ഓൺ ഡംപിങ് നടത്തുന്നതും നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ വർക്കിൽ നിന്നുള്ള വ്യത്യാസമാണ് നമുക്കത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിലൂടെ ബ്രേക്ക് വാട്ടറിൻ്റെ സ്പീഡും വളരെ ഫാസ്റ്റായിട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ടിൻ്റെ എല്ലാ വർക്ക് അപ്ഡേഷനും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.